ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ നിർമ്മൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് AI കുറിച്ചാണ്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുകയുണ്ടായി. AI വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം ഒരുപാട് ജോലി സാധ്യതകളൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് ജോലിയേക്കാളും കൂടുതൽ എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർ അവരുടെ എന്താ പറയുക അവരിപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്ത കുറച്ച് ഹോബീസ് ഉണ്ടല്ലോ. അതായത് മ്യൂസിക് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരിപ്പം ഈ പടം വരയ്ക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് സ്കിൽസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ വാല്യൂ ഭാവിയിൽ പോകുമോ, അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ അറിയാം, എനിക്ക് പാടാൻ അറിയാം എന്ന് പറയുന്നതൊന്നും ഒന്നും അല്ലാത്ത രീതിയിലോട്ട് മാറുമോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നുകൂടി ഞാൻ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ. കുറച്ച് നേരം ഒരുപാട് പുള്ളി പറയുന്നുണ്ട്, ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, ഒരു കുഞ്ഞു ചാനലാണ്, ചെറിയ വീഡിയോ ആണ്. ആ വീട്ടിലെ പുള്ളി പറയുന്നുണ്ട് അയാളൊരു DJ ആണ്. ഓക്കെ, DJ ആണ്. അപ്പോൾ DJ ആണ് അയാൾ പറയുവാണ് AI ഇനിയിപ്പോൾ അഡ്വാൻസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ DJകൾക്കൊക്കെ അവസരം നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഓരോ പേടികളാണ് ഈ AI കുറിച്ച്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന യൂട്യൂബിലാണ്. ഞാൻ ഒരു യൂട്യൂബറാണ്, കൊച്ചു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിന് AI എങ്ങനെയൊക്കെ തരത്തിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള തോന്നലാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, യൂട്യൂബിൽ നമുക്കറിയാം യൂട്യൂബ് അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഒരുപാട് ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോകൾ ഒരുപാട് ആളുകൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. ആ കമൻറ്റിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ ചെയ്യുന്നു. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മളിനി കാണാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയും AI കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു മാറ്റം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു നോക്കി. അങ്ങനത്തെ മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് ചാനലുകൾ ഇനി വരും. എങ്ങനെയുള്ള ചാനലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലുകളിൽ വോയിസ് ആ ചാനൽ മാനേജ് ചെയ്യുന്ന ആളുടെ ആയിരിക്കില്ല. പകരം അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് വോയിസ് ആയിരിക്കും. അങ്ങനെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് വോയിസും അവരുടെ ആ വീഡിയോയിലെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും നമ്മുടെ നാച്ചുറലായിട്ട് വായിന്ന് വരുന്നതായിരിക്കില്ല. നമുക്ക് കേൾക്കും മനസ്സിലാവും. അത് വളരെ പാടുപിടിച്ച് എഴുതിയെടുത്ത ഒരു സ്ക്രിപ്റ്റ് പോലെ നമുക്ക് തോന്നാം. അതല്ല ഇനിയിപ്പോൾ സാധാരണ യൂട്യൂബേഴ്സ് ഇനി ഫേസ് കാണിച്ചുകൊണ്ടോ ഫേസ് കാണിക്കാൻ സ്വന്തം വോയിസിൽ അപ്പോൾ തന്നെ തുറന്ന് കാര്യങ്ങൾ പറയുന്നവരുണ്ടല്ലോ, അവരുടെ വോയിസിൽ അവർ പറയുന്ന കാര്യത്തിൽ നമുക്ക് ആ ഒരു നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആരോ എഴുതി കൊടുത്ത വളരെ പ്ലാൻഡ് ആയിട്ട് എഴുതി കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് അച്ചടിച്ച് പറയുന്ന പോലെ തോന്നുന്നു വരാം. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി. പക്ഷേ അതൊന്നും ഒരിക്കലും യൂട്യൂബിനെ തകർക്കുമില്ല. അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം പണി ഈസി ആയി കൊടുത്തേക്കാം. ഓക്കെ, ചിലപ്പോൾ കാരണം ഇപ്പോൾ സ്ക്രിപ്റ്റ് ഒരു വലിയൊരു ഒരുപാട് വലിയ ടോപ്പിക്ക് അവർ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ സമയമില്ല, ഒട്ടും സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ചിലപ്പോൾ AI സഹായിച്ചേക്കാം. പക്ഷേ ഓവറോൾ ഈ AIയുടെ ഒരു ടേക്ക് ഓവർ ചെയ്യില്ല. എന്നാലും അവർ എല്ലായിടത്തും AI റിപ്ലേസ് ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടല്ലോ. ആ ഐഡിയയോട് ഞാനങ്ങ് യോജിക്കുന്നില്ല തീർച്ചയായിട്ടും. കാരണം കുറച്ചൊക്കെ മനുഷ്യരായിട്ട് തന്നെ ജീവിക്കണം ഇതിനുള്ള കാലത്ത്. അപ്പം അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ AIയിൽ വർക്കാവുന്ന ചാനലുകളും അങ്ങനെയുള്ള. പക്ഷെ അതൊന്നും ഒരിക്കലും യൂട്യൂബിനെ തകർക്കുകയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യണം ഈ ഫാക്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയായിരിക്കും. ഒക്കെ ഓൾറെഡി നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഫാക്ട് ചാനൽസ് ഉണ്ട്. അതിലൊന്നാണ് എൻ്റെ ചാനൽ വലിയ ചാനൽ ചെറുതാണ്, എങ്കിലും ഒരുപാട് ഫാക്ട് ചാനൽസ് ഉണ്ട്. അവരൊക്കെ നാച്ചുറലായിട്ട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും AI ജനറേറ്റഡ് വോയിസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ടൊരു മെസ്സാകാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ അങ്ങോട്ട്. പക്ഷേ അതൊരിക്കലും യൂട്യൂബിനെ തകർക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ചിന്തിക്കുകയും വേണം യൂട്യൂബിനെ തകർക്കാം. പക്ഷേ യൂട്യൂബിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ആളുകൾ അവരവരുടെ ചെയ്യുന്ന ജോലിയുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് റിയാക്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ യൂട്യൂബറാണ്, ഞാൻ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ